ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തെടുത്തത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവോള നന്നായിട്ട് വാടിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ജാറിലേക്ക് 1/2 കപ്പ് പാല് കൂടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 സ്ലൈസ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കാം. ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്ററിൻ്റെ പകുതി അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഫില്ലിങ് ഇതുപോലെ അങ്ങ് വിതറിയിട്ട് കൊടുക്കാം. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം 3 മുട്ട പുഴുങ്ങിയെടുത്തത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും നമുക്കിതുപോലെ കവർ ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടായതിലേക്ക് ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൊരിപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.